പ്രപഞ്ചം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതിനു മുൻപ് എന്താണ് സംഭവിച്ചത്? നമ്മളൊരു കമ്പ്യൂട്ടർ സിമുലേഷനകത്തല്ല, യഥാർത്ഥ ലോകത്താണ് നിലനിൽക്കുന്നതെന്ന് നമുക്കെങ്ങനെ ഉറപ്പിക്കാനാകും? ശാസ്ത്രം വളരെ കാലമായി ഈ ദുഷ്കരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരങ്ങൾക്കായി പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റം ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. ദ്രവ്യത്തിന്റെ ഏറ്റവും ചെറിയ അംശങ്ങൾ പരിശോധിക്കുന്നു. എങ്കിലും ഒരു ചോദ്യം പോലും ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതോ മുഴുവൻ മനുഷ്യരാശിക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ ആയിട്ടില്ല. കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നത്? ഒറ്റനോട്ടത്തിൽ ഈ ചോദ്യം ഒരു യുക്തിപരമായ വലയമാണ്. അതിനർത്ഥം ഇതിന് യഥാർത്ഥ ഉത്തരമില്ല. കാരണം ഒന്ന് മറ്റൊന്നിനു മുൻപ് വരുന്നു, അത് അതിനു മുൻപ് വന്നതിനു മുൻപ് വരുന്നു, വീണ്ടും അതിനു മുൻപ് വന്നതിനു മുൻപ് വരുന്നു, എന്നിങ്ങനെ അനന്തതയിലേക്ക് പോകുന്നു. ഇതിന് യഥാർത്ഥ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൊന്നാണിത്. കൂടാതെ ആദ്യത്തെ സൈനികവൽക്കരിച്ച AI-യെ ഒരു യുക്തിപരമായ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയും നമ്മെയെല്ലാം കൊല്ലുകയും ചെയ്തേക്കാവുന്ന ഒന്നാണിത്. എങ്കിലും ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മറ്റൊന്നിനു മുൻപ് വന്നേ മതിയാകൂ എന്ന് പരിണാമം നമ്മളോട് പറയുന്നു. ചോദ്യത്തെ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളിലേക്ക്, അതായത് ഒരു കോഴിയും ഒരു മുട്ടയും ചുരുക്കുകയാണെങ്കിൽ, മുട്ടയാണ് കോഴിയേക്കാൾ ആദ്യം വന്നതെന്ന് വ്യക്തമാണ്. ഏകദേശം 200 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ പരിണമിച്ചത്. എന്നാൽ അതിൽ ഏകദേശം 150 കോടി വർഷത്തോളം ജീവൻ ഏകകോശഘട്ടത്തിലും ബഹുകോശഘട്ടത്തിലും തുടർന്നു. അമീബകളെക്കാൾ കൂടുതൽ സങ്കീർണമായില്ല. നമ്മൾ യഥാർത്ഥ മൃഗങ്ങളായി തിരിച്ചറിയുന്ന ആദ്യത്തെ ജീവികൾ സ്പോഞ്ചുകളും ജെല്ലി ഫിഷുകളുമായിരുന്നു. ഇവ ഏകദേശം 500 ദശലക്ഷം മുതൽ 600 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉത്ഭവിച്ചു. ഇവ വ്യക്തിഗത മൃഗങ്ങളായിരുന്നില്ല, മറിച്ച് ക്ലോണൽ കോളനികൾ പോലുള്ള ചെറിയ ജീവികളുടെ കോളനികൾ, അല്ലെങ്കിൽ ഒരൊറ്റ മാതാപിതാവിൽ നിന്ന് ക്ലോൺ ചെയ്ത ലളിതമായ ജീവികളുടെ കൂട്ടങ്ങളുമായിരുന്നു. പിന്നീട് പെട്ടെന്ന് ശാസ്ത്രത്തിന് ഇപ്പോഴും വ്യക്തമല്ലാത്ത ഒരു കാരണം കൊണ്ട് ജന്തുജീവിതത്തിന്റെ സങ്കീർണതയിൽ ഒരു സ്ഫോടനമുണ്ടായി. അങ്ങനെ ഇന്നത്തെ പ്രധാന ജന്തുഫൈലങ്ങളെല്ലാം കൊണ്ടുവന്ന കാംബ്രിയൻ വിസ്ഫോടനം സംഭവിച്ചു. മൃഗങ്ങൾ വ്യക്തിഗത ജീവികളായി അവയ്ക്ക് കലകളും അനുബന്ധ അവയവങ്ങളും വളർന്നു. സത്യം പറഞ്ഞാൽ പരിണാമം ഇതിൽ വളരെ വിചിത്രമായി പെരുമാറി. എന്നാൽ ഒരു പുതിയ പരിസ്ഥിതിയിൽ പുതിയ ജീവനുണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കും. പ്രകൃതി നിർദ്ധാരണം വഴി ഒരു മൃഗത്തിനെടുക്കാൻ കഴിയുന്ന പരിണാമപാതകൾ ചുരുങ്ങുന്നതുവരെ പരിണാമത്തിന് വികസിക്കാൻ എല്ലാവിധ സാധ്യതകളുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് 6 കൈകളില്ലാത്തതും വലിയ കരയിലുള്ള മൃഗങ്ങൾക്കെല്ലാം 4 കൈകാലുകളുള്ളതും. 4 ഏറ്റവും അനുയോജ്യമായ സംഖ്യയായി മാറിയതും. കൂടാതെ നമുക്കുണ്ടായിരുന്ന 3-6 കൈകാലുകളുള്ള പിൻഗാമികളെ 4 കൈകാലുകളുള്ള മൃഗങ്ങൾ മറികടന്നതും. എന്നാൽ പരിണാമത്തിന്റെ രസകരമായ കാര്യം, നിങ്ങൾ എവിടെ പോയാലും അത് വ്യത്യസ്തമായിരിക്കുമെന്നതാണ്. അതുകൊണ്ട് ചില കാരണങ്ങൾ കൊണ്ട് 6 കൈകളുള്ള ജീവികളെ ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുള്ള ഒരു ഗ്രഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ഘട്ടത്തിൽ മൃഗങ്ങൾക്ക് അവയുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടി വന്നു. ജീവനുള്ള കലകളുടെ പിണ്ഡങ്ങളെ അവയുടെ സംരക്ഷണത്തിനു വേണ്ടി പരിസ്ഥിതിയിലേക്ക് പുറന്തള്ളുന്നത് അത്ര ഫലപ്രദമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ മൃഗങ്ങൾ അവയുടെ വികസിക്കാത്ത കുഞ്ഞുങ്ങളെ ചുറ്റി സംരക്ഷിത പാളികൾ പതുക്കെ വികസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്തവ അഭിവൃദ്ധിയും പ്രാപിച്ചു, ചെയ്യാത്തവ ഇല്ലാതായി. നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടെങ്കിൽ, സസ്തനികൾ മുട്ടയിടുന്നതിനു പകരം കുഞ്ഞുങ്ങളെ അവയുടെ ശരീരത്തിനുള്ളിൽ ഗർഭാകാലം വരെ വഹിക്കാനുള്ള കഴിവ് നേടി. ദിനോസറുകളുടെ വേട്ടയാടൽ സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ ഈ സ്വഭാവം വികസിപ്പിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറുഭാഗത്ത് പ്ലാറ്റിപ്പസുകൾ പ്രകൃതി നിയമത്തെയും സാമാന്യബുദ്ധിയെയും അവഗണിച്ച് അവരുടേതായ രീതിയിൽ മുന്നോട്ടുപോയി. ഏകദേശം 230 കോടി വർഷങ്ങൾക്ക് മുമ്പ് തെറോപ്പോഡുകൾ എന്നറിയപ്പെട്ടിരുന്ന ദിനോസറുകളുടെ ഒരു കൂട്ടം ഭൂമിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. ഈ ദിനോസറുകളിൽ നിന്നാണ് ശക്തനായ ടീറക്സും ഇന്നത്തെ എളിമയുള്ള കോഴിയുമുണ്ടായത്. ഇന്ന് നമ്മൾ ദിവസവും കോഴിയിറച്ചി കഴിക്കുന്നുട്ട് കോഴിമരങ്ങളുടെ പിറക്കാത്ത കുഞ്ഞുങ്ങളുടെ മഞ്ഞക്കരുവിൽ മുക്കി വറുത്തത് രുചികരമായ ലഘുഭക്ഷണമായി കഴിക്കുന്നതും. എന്നാൽ 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു കോഴിയുടെ പൂർവികൻ ഒറ്റക്കടിയിൽ നിങ്ങളെ ഭക്ഷണമാക്കുമായിരുന്നു. എങ്കിലും 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഉഷ്ണക്കാല മേഖലകളിൽ കാട്ടുകോഴികൾ അലഞ്ഞു നടന്നിരുന്നു. അതിന് കാലം കൂടുതലധികം വികസിക്കുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ യഥാർത്ഥ കോഴിയായി കണക്കാക്കുന്ന ജീവികളുണ്ടായത്. അങ്ങനെ പരിണാമത്തിന് നന്ദി, മുട്ട തീർച്ചയായും കോഴിയേക്കാൾ ആദ്യം വന്നു എന്ന് നമുക്കറിയാം. കാലക്രമേണ ആ ജനിതക മാറ്റങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. അതേ ജനിതക മാറ്റങ്ങളുള്ള വളരുന്ന പക്ഷി മ്യൂട്ടന്റുകളുടെ ഒരു കൂട്ടം അവയെ ശക്തിപ്പെടുത്തി. അവസാനം ധാരാളം അമ്മപ്പക്ഷികളും അപ്പൻ പക്ഷികളും പരസ്പരം ഇഷ്ടപ്പെട്ട ശേഷം നമുക്കൊരു സമ്പൂർണ്ണ കോഴിയെ ലഭിച്ചു. എങ്കിലും യഥാർത്ഥ ചോദ്യം കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നത് എന്നതല്ല. കാരണം ഏതെങ്കിലും പരിണാമ ജീവശാസ്ത്രജ്ഞനും ഞങ്ങൾ ചെയ്തതുപോലെ എളുപ്പത്തിൽ ഉത്തരം പറയാൻ കഴിയും. തീർച്ചയായും ഇതിലും കുറഞ്ഞ വിനോദകരമായ രീതിയിലായിരിക്കും. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ചോദ്യം ഇതാണ്: മുട്ടയിടുന്ന ദിനോസറുകളാണോ അതോ മുട്ടയാണോ ആദ്യം വന്നത്? ദൗർഭാഗ്യവശാൽ നമ്മുടെ സ്വന്തം പുരാതന ഭൂതകാലത്തെ അന്വേഷിക്കുന്നത് എളുപ്പമല്ല. ധൂമകേതുക്കളും ഛിന്നഗ്രഹങ്ങളും പതിക്കുന്നത് മൂലമുള്ള ദുരന്തങ്ങൾ, അതിശക്തമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, മെഗാ സുനാമികൾ,
കൂടാതെ പരിസ്ഥിതിയിലെ പതിവായ മാറ്റങ്ങൾ എന്നിങ്ങനെ നിരവധി ഭൂഗർഭശാസ്ത്ര മാറ്റങ്ങൾ കാരണം ഭൂമിയുടെ പുരാതന ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നത് കൂടുതൽ ഫ്രെയിമുകൾ കാണാത്ത ഒരു സിനിമ കാണുന്നതിന് തുല്യമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. സിനിമ മുഴുവനായി കാണാൻ കഴിയില്ലെങ്കിലും സംഭവിച്ചതിന്റെ ചുരുക്കെഴുത്ത് മനസ്സിലാക്കാൻ ആ നഷ്ടപ്പെട്ട ഫ്രെയിമുകളിൽ നിന്ന് ആവശ്യത്തിന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ശാസ്ത്രം അത് ചെയ്യുന്നതിൽ വളരെ മികച്ചതാണ്. എങ്കിലും നിലവിലുണ്ടായിരുന്ന വലിയ മൃഗങ്ങളിൽ ഏകദേശം 98% നമുക്കറിയുന്നുണ്ടായിരുന്നിരിക്കില്ലെന്ന് ചില ശാസ്ത്രജ്ഞൻ കണക്കാക്കുന്നു. ടീറക്സിനേക്കാൾ കടുപ്പമുള്ള ദിനോസർ ഉണ്ടായിരുന്നു. അതിനെ സ്പിനോസോറസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ സ്പിനോയേക്കാൾ കടുപ്പമുള്ള ദിനോസർ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷേ അതിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള എല്ലാ ഭൂഗർഭശാസ്ത്ര തെളിവുകളും കാലക്രമേണ നഷ്ടപ്പെട്ടു. ഇത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ സ്വന്തം പൂർവികരുടെ ഭൂരിഭാഗത്തെയും യൂണിക്കോണുകൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നും നമുക്കൊരിക്കലും അറിയാൻ കഴിഞ്ഞെന്നു വരില്ല. മുട്ടയിടുന്ന ദിനോസറുകൾ എപ്പോഴാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതെന്ന ചോദ്യത്തിന് ഉത്തരം നമുക്കൊരിക്കലും അറിയാൻ കഴിഞ്ഞെന്നു വരില്ല. എന്നാൽ സംരക്ഷിക്കപ്പെട്ട ദിനോസർ മുട്ടകളുടെ ഒരു കൂട് കണ്ടെത്തിയത് ശാസ്ത്രജ്ഞരെ ചില സൂചനകൾ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്നു. 90കളിൽ ആദ്യമായി കണ്ടെത്തിയതും ഒരു വലിയ താറാവിന്റെ ചുണ്ടുള്ള ദിനോസറിന്റേതാണെന്ന് തെക്കായി ലേബൽ ചെയ്യപ്പെട്ടിരുന്ന ഈ കൂട് പുതിയ പരിശോധനയിൽ ഏകദേശം 150 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മാംസഭോജികളായ തിറോപ്പോഡുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തി. ഇത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കൂടുകളിൽ ഒന്നായി ഇതിനെ മാറ്റുന്നു. കൂടാതെ ഇന്നത്തെ കോഴി ഉത്ഭവിച്ച ദിനോസറുകളുടെ നിരയിൽപ്പെട്ടതാണിത്. ഈ മുട്ടകളെക്കുറിച്ചുള്ള കൂടുതൽ ആവേശകരമായ കാര്യം, മിക്ക ആധുനിക പക്ഷിമുട്ടകൾ പോലെ അവ ഒരറ്റത്ത് കൂർത്തതായിരുന്നു. ഓരോ മുട്ടയ്ക്കും ഏകദേശം 5 ഇഞ്ച് നീളമുണ്ടായിരുന്നു. കൂട്ടിൽ 12 എണ്ണം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അമ്മ അതിനു മുകളിലിരുന്ന് സ്വന്തം ശരീരത്താൽ മുട്ടകളെ സംരക്ഷിച്ചു. മുതലകളെപ്പോലെ ഒറ്റയടിക്ക് മുട്ടയിടുന്നതിനു പകരം പക്ഷികളെപ്പോലെ ഓരോന്നായി 2 തവണയായി അമ്മ മുട്ടയിട്ടിരിക്കാനും സാധ്യതയുണ്ട്. ഇതിന്നത്തെ കോഴിയുമായി കൂടുതൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നു. കൂടുകളെപ്പോലെയുള്ള ഫോസിലുകൾ പഠിക്കുന്നതിലൂടെ ദിനോസറുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെങ്കിലും നമ്മുടെ ചരിത്രാതീത കാലം കണ്ടെത്താനുള്ള ഒരേയൊരു യഥാർത്ഥ വഴി ജനിതക വ്യതിയാനം വഴി ഈ മൃഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരിക്കും. ഇത് ഭ്രാന്തമായ പ്രതീതിയായിരിക്കാം, എങ്കിലും ശാസ്ത്രജ്ഞരിപ്പോൾ ഒരു ഭ്രൂണക്കോഴിയെ അതിന്റെ ദിനോസർ കാലത്തിലേക്ക് മാറ്റി. അതിന്റെ ചുണ്ടിനു പകരം ഒരു ദിനോസറിന് സമാനമായ ചുണ്ടെല്ല് നൽകി. ഒരു ദിനോസറിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും ഈ ചെറിയ നേട്ടം പോലും ഏത് ജീനുകൾ എന്ത് ചെയ്യുന്നുവെന്ന് കണ്ടെത്താൻ 7 വർഷത്തെ പരീക്ഷണവും പിഴവുകളും ആവശ്യമായി വന്നു. ആമകളുടെയും മറ്റു പല്ലികളുടെയും ഭ്രൂണങ്ങൾ വളരുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു. അവിശ്വസനീയമായിട്ടും ഈ കോഴിക്കൊരു ദിനോസർ വായ മാത്രമല്ല ഉണ്ടായിരുന്നത്. അതിന്റെ പൂർവികരിൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് അവസാനമായി കണ്ട പ്രത്യേകതകളും ഉണ്ടായിരുന്നു. പഴയ ചോദ്യത്തിനുത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ വഴി വ്യക്തമാണ്. കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നത്? നമ്മൾ ദിനോസറുകളെ പുനരുജ്ജീവിപ്പിക്കണം, അവയെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ നിൽക്കണം. കൂടാതെ ചെറിയൊരു സുരക്ഷാ പിഴവ് വരുമ്പോൾ അത് അനിവാര്യമായും എല്ലാ അതിഥികളെയും തിന്നുന്നത് നമുക്ക് കാണാം. ചിലരിതിനെ അനീതികരമായിരിക്കുമെന്ന് പറയാം, എങ്കിലും അറിവ് ധീരർക്കും മാത്രമുള്ളതാണ്. നമ്മൾ ദിനോസറിനെ പുനരുജ്ജീവിപ്പിക്കണോ അതോ വംശനാശം സംഭവിച്ച മൃഗങ്ങളെ വെറുതെ വിടണോ? കമന്റുകളിൽ ഞങ്ങളോട് പറയൂ.